മലയാളം ബിഗ് ബോസ് സീസൺ നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദിലയും അതേപോലെ തന്നെ ശൈത്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോളുടെ കുറ്റം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോൾ ഫ്രണ്ടായിരുന്നപ്പോൾ ഇല്ലാത്ത കുറ്റമാണ് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ശൈത്യയ്ക്ക് ഇപ്പോൾ മനസ്സിലുള്ള ആ വിങ്ങലൊക്കെ മാറി എന്നാണ് പറഞ്ഞത്. അവൾ ഫ്രണ്ടായിരുന്നപ്പോൾ എനിക്കൊന്നും അങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ എൻ്റെ എല്ലാ വിഷമവും മാറി. ഇപ്പോൾ എനിക്ക് അവളുടെ എന്ത് തെറ്റ് വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരിതായി. ഞാൻ അവളുടെ പിന്നിൽ നിന്നൊന്നും ഒരു സ്ഥലത്തും കുത്തിയിട്ടില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. അവളെന്നെ കട്ടപ്പയെന്ന് വിളിച്ചോട്ടെ, എനിക്ക് യാതൊരു വിധ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഇന്ന് ഞാൻ അനുമോൾക്കിട്ട് ഒരു പണി കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു 2 ഒന്നും എന്താണെങ്കിലും ആർക്കും തികയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അനുമോൾ പറഞ്ഞു, 2 മതി, ഇത് നമ്മുടെ വീട് പോലെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ അവർ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ ഡയലോഗാണ്. അതേസമയം ഉച്ചയ്ക്ക് അവൾ ബാത്റൂം കഴുകാൻ വേണ്ടി വന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ഞാൻ കയറുന്ന ബാത്റൂം എല്ലാം കഴുകിയിട്ടാണ് ഇറങ്ങാറുള്ളതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇത് ബാത്റൂം ടീമിനോട് ചോദിച്ചോ പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, അതൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഹെൽപ്പായല്ലോ, ബാക്കി 2 ബാത്റൂം അവർക്ക് കഴിക്കാൻ മതിയല്ലോ എന്ന് ആതിര പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അനുമോളോട് ഒറ്റൊരു ഡയലോഗേ അടിച്ചുള്ളൂ, നീയല്ലേ രാവിലെ പറഞ്ഞത് ഇത് നമ്മുടെ വീടൊന്നുമല്ല, ഇത് വീട് പോലെ കാണണ്ടാന്ന്, പിന്നെ നീ എന്തിനാണ് നിൻ്റെ വീട് പോലെ കണ്ട് ബാത്റൂം എപ്പോഴും കഴുകിക്കൊണ്ട് നടക്കണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് തിരിച്ചൊന്നും എന്നോട് പറയാനുണ്ടായിരുന്നില്ല. അവൾ മിണ്ടാണ്ട് അവിടെ നിന്ന് പോയി. എനിക്ക് പൊട്ടിക്കാൻ അറിയുന്ന പല കാര്യങ്ങളുണ്ട്, അത് ഞാൻ പല സമയങ്ങളിലായി ഇനി പൊട്ടിക്കും. അവൾക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ പല സമയത്തും ഇപ്പം എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്നത്.